റമളാനിന്റെ ദിനരാത്രങ്ങളിലെ നേരിട്ടും അല്ലാതെയുമുള്ള 15 പ്രധാനപ്പെട്ട കർമ്മങ്ങളാണ്. സാധാരണഗതിയിൽ പൂർവികരായ അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ പണ്ഡിതന്മാരും മഹാന്മാരും നമുക്ക് കാണിച്ചു തന്ന റമളാനിലെ 15 പ്രധാനപ്പെട്ട മുഹൂർത്തങ്ങളുണ്ട്. അതിൽ ചിലത് നേരിട്ട് റമളാനുമായി ബന്ധപ്പെട്ടതാണ്, ചിലതോ പരോക്ഷമായി റമളാനുമായി ബന്ധപ്പെട്ടതാണ്. ആ റമളാൻ ഉൾക്കൊള്ളുന്ന 15 കാര്യങ്ങൾ ഞാനും നിങ്ങളും ഉൾക്കൊള്ളണമെന്ന് ചുരുക്കം. അതിലൊന്നാമത്തേത്, റമളാൻ ഉൾക്കൊള്ളുന്ന 15 കാര്യങ്ങളിൽ ഒന്നാമത്തേത്, ഒന്നും നമുക്ക് നഷ്ടപ്പെട്ടു പോവാൻ പാടില്ല. അതിലൊന്നാമത്തേത്, മാസപ്പിറ ദർശിക്കുന്ന സമയത്ത് ഹൃദയമറിഞ്ഞ് ചൊല്ലേണ്ട ഒരു ദിക്റുണ്ട്. ചന്ദ്രദർശനം, സൂമൂ ലിറുയതിഹി വഅഫ്തിറൂ ലിറുയതിഹി ഫഇൻ ഗുമ്മ അലൈക്കും ഫഅക്മിലൂ ഇദ്ദത ശഅബാന 30. സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്, ചന്ദ്രനെ കണ്ടാൽ നോമ്പ് തുടങ്ങിക്കോളൂ, മാസം കണ്ടാൽ നിങ്ങൾ നോമ്പ് ആരംഭിച്ചോളൂ, ആ മാസം വീണ്ടും കണ്ടാൽ നിങ്ങൾ നോമ്പ് അവസാനിപ്പിച്ചോളൂ, പെരുന്നാൾ ആഘോഷിച്ചോളൂ. ഫൈൻ ഗുമ്മ അലൈക്കും ഫഅക്മിലൂ ഇദ്ദത ശഅബാന 30. മേഘാവൃതമായ അന്തരീക്ഷമായതുകൊണ്ട് ആ ചക്രവാളത്തിൽ ചന്ദ്രനെ കാണാതെ പോയാൽ നിങ്ങൾ ഗണിച്ച് കണ്ടെത്തേണ്ടതില്ല, കണക്കുകൂട്ടി കണ്ടെത്തേണ്ടതില്ല. ശഅബാൻ 30 പൂർത്തീകരിച്ചുകൊണ്ട് റമളാനിലേക്ക് പ്രവേശിച്ചോളൂ. അതുകൊണ്ട് ചന്ദ്രന്റെ ദർശനം, മാസപ്പിറ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ മാസപ്പിറ കാണുമ്പോൾ ഓരോ മുഅ്മിനീങ്ങളും ആത്മാർത്ഥമായി ചൊല്ലേണ്ടതുണ്ട്, അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാൻ വസ്സലാമതി വൽ ഇസ്ലാം റബ്ബി വറബ്ബുകല്ലാഹ് ഹിലാലു റുഷ്ദിൻ വഖൈർ. ദൈർഘ്യമേറിയ ദിക്റുകളാണ്, അതിലേറ്റവും ചുരുങ്ങിയ രൂപം മാത്രമാണ് ഈ കേൾപ്പിച്ചത്. ഹദീസിൽ വാരിദായി വന്നതാണ്. മുഗ്നിൽ മുഹ്താജിലും തുഹ്ഫത്തുൽ മുഹ്താജിലും നിഹായത്തുൽ മുഹ്താജിലുമെല്ലാം ഈ ദിക്റിനെ സംബന്ധിച്ച് പരാമർശമുണ്ട്. ആ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ സൂറത്തുൽ മുൽക്ക് പ്രത്യേകമായി പാരായണം ചെയ്യൽ സുന്നത്തുണ്ട് എന്ന് അല്ലാമ ഖതീബ് ശർബൈനി റളിയല്ലാഹു അൻഹു മുഗ്നിൽ മുഹ്താജ് എന്ന കിതാബിൽ രേഖപ്പെടുത്തിയത് കാണാം. അതുകൊണ്ട് റമളാൻ ഉൾക്കൊള്ളുന്ന 15 കാര്യങ്ങളിൽ ഒന്നാമത്തേത്, മാസം കാണുമ്പോൾ ആ ദിക്ർ മറന്നു പോകരുത്. അല്ലെങ്കിൽ മാസം കണ്ട വിവരം നമ്മൾ അറിയുമ്പോൾ ആ ദിക്ർ ചൊല്ലാൻ മറക്കരുത്. സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യാൻ മറക്കരുത്. അല്ലാഹ് തൗഫീഖ് നൽകണേ റബ്ബേ. കണക്കുകൂട്ടി മാസം കണ്ടെത്താൻ കഴിയും. ഇരിക്കുന്ന ഉസ്താദുമാരെല്ലാം ദർസിൽ ഓതുന്ന സമയത്ത് തന്നെ തശ്രീഹുൽ അഫ്ലാഖും മദ്ഖലും അതുപോലെ റിസാലത്തുൽ മാറദീനിയും ബുർഹാനടക്കം ഓതിയവരാണ്. നിസ്കാരത്തിന്റെ സമയങ്ങളെല്ലാം കണക്കുകൂട്ടി ഗണിച്ചു കണ്ടെത്താൻ കഴിയുന്നവരാണ്. ചന്ദ്രന്റെ ദിശാനിർണയങ്ങൾ കണക്കുകൂട്ടി കണ്ടെത്താൻ കഴിയുന്നവരാണ്. പക്ഷേ ഒരു മാസത്തിന്റെ ആരംഭത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മാനദണ്ഡം, നഗ്ന നേത്രങ്ങളെ കൊണ്ട് ചക്രവാളത്തിൽ തന്നെ ഏത് കാണണം, ആ ഒരു ചന്ദ്രനെ നഗ്ന നേത്രങ്ങളെ കൊണ്ട് കാണണം, കണ്ടു എന്ന് ബോധ്യപ്പെടണം. അതാണ് മാനദണ്ഡം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. റമളാൻ ഉൾക്കൊള്ളുന്ന രണ്ടാമത്തെ കാര്യം, ആ റമളാനിന്റെ പകലിലെ വ്രതാനുഷ്ഠാനമാണ്. അത് ഇസ്ലാമിന്റെ നെടും തൂണാണ്. നിർബന്ധമാണ് ആ നോമ്പ്, നിർബന്ധമാണ് ആ നോമ്പ്. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. ആ നോമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വേണ്ടി നിർബന്ധമാക്കിയിട്ടുണ്ട്. ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ. ഇസ്ലാമിന്റെ നെടും തൂണാണ് പരിശുദ്ധമായ റമളാനിലെ വ്രതാനുഷ്ഠാനം. അതുകൊണ്ട് ആ പകലിലെ നോമ്പ് അകാരണമായി നഷ്ടപ്പെടുത്തുന്നത് മഹാപാപമാണ്. ഹൈദുള്ളവൾക്ക് ആ നോമ്പ് ഹറാമാണ്. നിഫാസുള്ളവൾക്ക് ആ നോമ്പ് ഹറാമാണ്. രോഗരക്തം ബാധിച്ചവൾക്ക്, ബ്ലീഡിംഗ് ഉള്ളവർക്ക്, ഉപാധി
ഉപാധികളോടുകൂടെ ആ നോമ്പ് അനുഷ്ഠിക്കുന്നതിന് വിരോധമില്ല. ആ നോമ്പ് അവൾ അനുഷ്ഠിക്കൽ നിർബന്ധമാണ്. ഹൈളും നിഫാസും നോമ്പിന് തടസ്സമാണ്. പിന്നീട് ആ നോമ്പ് ഖളാ വീട്ടൽ നിർബന്ധവുമാണ്. ആ റമളാനിലെ നോമ്പ് ശാരീരിക സംയോഗം കൊണ്ട് നഷ്ടപ്പെടുത്തിയാൽ തുടരെ 2 മാസം നോമ്പ് അനുഷ്ഠിക്കണം. അതിന് സാധിക്കില്ല എങ്കിൽ 60 മിസ്കീന്മാർക്ക് നാട്ടിലെ പ്രധാനപ്പെട്ട അവശ്യാഹാരത്തിൽ നിന്ന് ഓരോ മുദ്ദ് വീതം കൊടുക്കൽ നിർബന്ധവുമാണ്. നോമ്പുമായി ബന്ധപ്പെട്ട മസലകൾ അറിയണം. മുലയൂട്ടുന്ന പെണ്ണാണെങ്കിലും അതുപോലെ ഗർഭിണിയായ പെണ്ണാണെങ്കിലും സ്വന്തം ശരീരത്തിനോ കുട്ടിക്കോ എന്തെങ്കിലും അപകടം പറ്റുമെന്ന് കണ്ടാൽ നോമ്പ് അനുഷ്ഠിക്കുന്നത് കൊണ്ട് സ്വന്തം ശരീരത്തിനോ അല്ലെങ്കിൽ ഗർഭസ്ഥ ശിശുവിനോ അല്ലെങ്കിൽ ചോര പൈതലിനോ പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്കോ വല്ല അപകടവും പറ്റുമെന്ന് കണ്ടാൽ അവൾക്ക് നോമ്പ് ഒഴിവാക്കാവുന്നതാണ്. സ്വന്തം ശരീരത്തിന് എന്തെങ്കിലും അപകടം പറ്റുമെന്ന് കണ്ടുകൊണ്ടാണ് നോമ്പ് ഒഴിവാക്കിയതെങ്കിൽ അതൊരു വർഷം ബന്ധിപ്പിച്ചില്ല എങ്കിൽ മുദ്ദുകൂടാതെ തന്നെ ഖളാ വീട്ടിയാൽ മതിയാകും. നേരെ മറിച്ച് കുട്ടിക്ക് എന്തെങ്കിലും അപകടം പറ്റുമെന്ന് കണ്ടുകൊണ്ടാണ് നോമ്പ് ഒഴിവാക്കിയതെങ്കിൽ ഒരു വർഷം ബന്ധിപ്പിച്ചില്ല എങ്കിൽ പോലും ആ നോമ്പ് ഖളാ വീട്ടുന്ന സമയത്ത് ഒരു മുദ്ദുകൂടി കൊടുക്കൽ നിർബന്ധമുണ്ട് എന്ന് ശാഫിഈ മസ്ലക്കിന്റെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായിരുന്നാലും ആ റമളാനിന്റെ പകലിലെ നോമ്പ് അത് പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ളവരെല്ലാം അനുഷ്ഠിക്കൽ നിർബന്ധമാണ്. പ്രായാധിക്യം കൊണ്ടോ ശമനം പ്രതീക്ഷിക്കപ്പെടാത്ത രോഗം കാരണത്താലോ ആ നോമ്പെങ്ങാനും അനുഷ്ഠിച്ചു പോയാൽ ശരീരത്തിന് വലിയ അപകടം പറ്റുമെന്ന് ഡോക്ടർമാർ വിധിയെഴുതിയാൽ അവർക്ക് റമളാനിന്റെ പകലിലെ നോമ്പ് നിർബന്ധമില്ല. പകരം നിർബന്ധമാകുന്നത് ഓരോ ദിവസവും ഓരോ മുദ്ദാണ് നിർബന്ധമാകുന്നത്. ഓരോ ദിവസവും ഓരോ മുദ്ദാണ് നിർബന്ധമാകുന്നത്. അല്ലാഹുവേ, പരിശുദ്ധമായ റമളാൻ നോമ്പ് കൊണ്ട് ധന്യമാക്കാൻ തൗഫീഖ് നൽകണേ റബ്ബേ. 7 വയസ്സായ കുട്ടിയോട് നോമ്പനുഷ്ഠിക്കാൻ കൽപ്പിക്കൽ മാതാപിതാക്കൾക്ക് നിർബന്ധമാണ്. 10 വയസ്സായ കുട്ടി നോമ്പനുഷ്ഠിക്കാത്തതിന്റെ പേരിൽ യഥോചിതം ശിക്ഷാ നടപടി സ്വീകരിക്കൽ രക്ഷിതാക്കൾക്ക് നിർബന്ധമാണ്. മതവിധിയാണ് കൽപ്പിക്കുന്നത്. ഇതെല്ലാം റമളാനിന്റെ പകലിലെ നോമ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അല്ലാഹ് തൗഫീഖ് നൽകണേ റബ്ബേ. മൂന്നാമത്തെ കർമ്മം, ഓരോ നോമ്പും നമ്മൾ ആരംഭിക്കേണ്ടത് അത്താഴം കൊണ്ടാണ്. അത്താഴം ചില ആളുകൾക്ക് ചെറിയ കാര്യമാണ്, അവരതിനെ അവഗണിക്കുന്നത് കാണാം. അത്താഴം ഒരു വല്ലാത്തൊരു സംഭവമാണ്. സ്വഹാബത്ത് അതിന് പേര് വെച്ചിരുന്നത് യുസമ്മൂനഹാ ബിൽ ഫലാഹ്. ഫലാഹ് എന്നാണ് അവർ അതിന് പേര് വെച്ചിരുന്നത്. വിജയം എന്നാണ് അത്താഴത്തിന് സ്വഹാബത്ത് പേര് കൊടുത്തിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, തസഹറു ഫഇന്ന ഫിസ്സുഹൂരി ബറക. അത്താഴം കഴിച്ചോളൂ, അത്താഴത്തിൽ ബറക്കത്തുണ്ട്. 2 കാരണങ്ങൾക്ക് വേണ്ടിയാണ് അത്താഴം കഴിക്കുന്നത്. മറ്റുള്ളവരുടെ സംസ്കാരങ്ങളിൽ നിന്ന് തീർത്തും വിഭിന്നമാണ് തന്റെ സംസ്കാരം എന്ന പ്രഖ്യാപനത്തിനു വേണ്ടി. അതുപോലെ പകലിലെ നോമ്പ് നല്ല ഊർജ്ജസ്വലമായി പൂർത്തീകരിക്കാനുള്ള എനർജിയും ഊർജവും സംഭരിക്കാൻ വേണ്ടി ഈ ഭൗതികവും ആത്മീയവുമായ 2 കാരണങ്ങൾക്ക് വേണ്ടിയാണ് അത്താഴം സുന്നത്താക്കപ്പെട്ടത്. അത്താഴം കഴിച്ചതിന്റെ ശേഷം 50 ആയത്ത് ഓതി തീർക്കാൻ കഴിയുന്ന കോലത്തിൽ സമയം വിടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ശൈലിയായിരുന്നു. ജൂതന്മാർക്ക് നോമ്പുണ്ടെങ്കിലും അഹ്ലുൽ കിതാബിന് നോമ്പുണ്ടെങ്കിലും അവർക്ക് അത്താഴം കഴിക്കുന്ന ശീലമില്ലായിരുന്നു. ബഹുമാനപ്പെട്ട അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അബൂ ഖൈസ് റളിയല്ലാഹു അൻഹുവിനോട് അത്താഴം ഉണ്ടാക്കാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം അത്താഴം ഉണ്ടാക്കി. അല്പം മാത്രമാണ് കഴിച്ചത്. അപ്പോൾ ചോദിച്ചു, നിങ്ങൾ എന്നോട് അത്താഴം ഉണ്ടാക്കാൻ പറഞ്ഞു, പക്ഷേ അല്പം മാത്രമാണ് നിങ്ങൾ കഴിക്കുന്നത്. അപ്പോൾ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, വലാകിന്നി ലഅമുറു മാഷ്തഹീഹി. എനിക്ക് താല്പര്യമുള്ളത് കൊണ്ടല്ല ഞാൻ കൽപ്പിച്ചത്, മറിച്ച് സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്ന ഫസ്ലമാ ബൈന സിയാമിനാ വസിയാമി അഹ്ലിൽ കിതാബി അക്കലത്തു സഹർ. നമ്മുടെയും മറ്റുള്ളവരുടെയും പ്രധാനുഷ്ഠാനങ്ങൾക്കിടയിൽ വേർതിരിക്കുന്ന ഘടകം അത് അത്താഴമാണ്, അത്താഴമാണ്, അത്താഴമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത്താഴം അത് സുബ്ഹ് ബാങ്ക് വിളിക്കുന്നതിന്റെ മുമ്പ് 50 ആയത്ത് ഓതി തീർക്കാൻ കഴിയുന്ന കോലത്തിൽ
രൂപത്തിൽ സമയം വിട്ടുകൊണ്ട് കഴിക്കുന്നതാണ് സുന്നത്ത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ്. 3 അമലുകൾ പറഞ്ഞു. 4-മത്തേത് നോമ്പ് തുറക്കുന്ന അവസരമാണ്. സമയമായാൽ തന്നെ നോമ്പ് തുറക്കുന്നതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅയുടെ ശൈലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ലാ യസാലുൻ നാസു ബിഖൈരിൻ മഅജ്ജലുൽ ഫിത്റാ. സമയമായാൽ നോമ്പ് തുറക്കുന്നിടത്തോളം കാലം ജനങ്ങളെല്ലാവരും ഐശ്വര്യത്തിലാണ്, ജനങ്ങളെല്ലാവരും ബറക്കത്തിലാണ്. സമയമായിട്ടും നോമ്പ് തുറക്കുന്നത് പിന്തിപ്പിച്ച് കൊണ്ടുപോകുന്നത് അത് മുസ്ലിമിന്റെ ശൈലിയല്ല, മറ്റുള്ളവരുടെ വ്രതാനുഷ്ഠാനത്തിന്റെ രൂപമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണർത്തിയിട്ടുണ്ട്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അഅ്ജലുഹും ഫിത്റാ, ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ടീം സമയമായാൽ ഉടനെ നോമ്പ് തുറക്കുന്നവരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 3 ഈത്തപ്പഴം അല്ലെങ്കിൽ 3 കാരക്ക, പിന്നെ വെള്ളം, തീ തൊടാത്ത ഭക്ഷണം, പിന്നീട് തീ തൊട്ട ഭക്ഷണം. ഇതാണ് നോമ്പുകാരന്റെ ഭക്ഷണത്തിന്റെ ക്രമം. അതുകൊണ്ട് നോമ്പ് തുറക്കുന്ന അവസരം അത് വലിയ അവസരമായി ഞാനും നിങ്ങളും മനസ്സിലാക്കണം. 5-മത്തെ അമല് നോമ്പ് തുറപ്പിക്കുക എന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് കാണാം, മൻ ഫത്തറ സായിമാ കാനത് ലഹു ഇത്ഖു റഖബത്തിൻ വമഗ്ഫിറത്തുൽ ലിദുനൂബി. ആരെങ്കിലും മറ്റുള്ളവരെ നോമ്പ് തുറപ്പിച്ചാൽ ഒരു അടിമയെ മോചിപ്പിച്ച കൂലിയാണ് അല്ലാഹു തആല കൊടുക്കുന്നത്. അതോടൊപ്പം അവന്റെ പാപങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്നതാണ്. തീരുന്നില്ല. അപ്പോൾ സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, ലൈസ കുല്ലുനാ യജിദു മാ യുഫത്തിറു ബിഹി സായിമാ. ഞങ്ങളെല്ലാവരും സമ്പന്നരല്ല, ഞങ്ങളെല്ലാവരും ഉള്ളവരല്ല, മറ്റുള്ളവരെ നോമ്പ് തുറപ്പിക്കാൻ മാത്രം കഴിവുള്ളവരല്ല ഞങ്ങളെല്ലാവരും. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറുപടി, യുഅ്തില്ലാഹു ഹാദ സബാബ يعطي الله هذا الثواب من فطر صائما على مذقة لبن أو شربة أو مذقة أو تمرة أو شربة ماء. صلى الله عليه وسلم തങ്ങൾ പ്രയോഗിച്ചതാണ്. ഒരൽപ്പം വെള്ളം കൊടുത്തുകൊണ്ടോ, ഒരൽപ്പം പാല് കൊടുത്തുകൊണ്ടോ, ഒരു ഈത്തപ്പഴത്തിന്റെ ചീള് കൊടുത്തുകൊണ്ടോ മറ്റുള്ളവരെ നോമ്പ് തുറപ്പിച്ചാലും അത് വലിയ കൂലിയുള്ള കാര്യമാണ്. മൻ അശ്ബഅ സായിമാ കാനത് ലഹു മഗ്ഫിറത്തുൽ ലിദുനൂബി. അതോടൊപ്പം നോമ്പുകാരന് നോമ്പ് മുറിക്കുന്ന സമയത്ത് വയറ് നിറയെ ഭക്ഷണം നൽകിയാൽ അവൻ അല്ലാഹു തആല മഗ്ഫിറത്ത് നൽകും. വസഖാഹു റബ്ബുഹു മിൻ ഹൗലി ശുർബതൻ ലാ യദ്മഉ ബഅദഹാ ഹത്താ യദ്ഖുലൽ ജന്ന. എൻ്റെ ഹൗദുൽ കൗസറിൽ നിന്ന് അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കുടിപ്പിക്കുന്നതാണ്. ആരാണ് നോമ്പ് തുറപ്പിക്കുന്നത്? നോമ്പുകാലത്തെ ഏറ്റവും മനോഹരമായ അമലാണ്. തൗഫീഖ് നൽകണേ റബ്ബേ. 6-മത്തെ കർമ്മം ആ നോമ്പുകാലത്തെ രാത്രികളിലെ തറാവീഹ് നിസ്കാരമാണ്. അത് നോമ്പിന്റെ സൗന്ദര്യമാണ്. വഹാബികൾ പറയുന്നത് പോലെ, മൗദൂദികൾ പറയുന്നത് പോലെ റമദാൻ ഒഴികെയുള്ള മാസങ്ങളിൽ അതിന് വിത്ർ എന്ന് പറയും. റമദാനിലാണ് നിസ്കരിക്കുന്നതെങ്കിൽ തറാവീഹ് എന്ന് പറയും എന്നല്ല. അവർ പറയുന്നത് പോലെ 8 റക്അത്തുമല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 23-ാം രാവിന്റെ എന്നും 25-ാം രാവിന്റെ എന്നും 27-ാം രാവിന്റെ എന്നും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 20 റക്അത്ത് ജമാഅത്തായി നിസ്കരിച്ച് കാണിച്ചു കൊടുത്തു. ഇല്ല അന്നി ഖശീതു അൻ തുഫറദ അലൈക്കും. അതെങ്ങാനും നിർബന്ധമായി ഗണിച്ചേക്കുമോ എന്ന് ഭയന്ന് അവശേഷിച്ച ദിവസങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. അത്രയും പ്രധാനപ്പെട്ട തറാവീഹ് നിസ്കാരം അതൊരു ഇമാമിന്റെ കീഴിൽ റമദാൻ 30 ദിവസവും ജമാഅത്തായി നിസ്കരിക്കുന്ന രീതി നടപ്പിൽ വരുത്തിയത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവാണ്. അതിന്റെ അടിസ്ഥാനം മുത്തനബി പഠിപ്പിച്ചതാണ്. 20 റക്അത്ത് മുത്തനബി പഠിപ്പിച്ചതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലെ ജമാഅത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ്. അതിന്റെ 20 റക്അത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ്. ഈ 30 ദിവസവും ഒരു ഇമാമിന്റെ കീഴിൽ 20 റക്അത്ത്
നിസ്കരിച്ചുകൊണ്ടുള്ള രീതി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നടപ്പിലാക്കി. നിഅമത്തുൽ ബിദ്അത്തു ഹാദിഹി, ഇത് നല്ലൊരു കാര്യം തന്നെയാണ്, നല്ലൊരു കാര്യം തന്നെയാണ്. ഓരോരുത്തരും ഒറ്റക്കൊറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനൊരു ഇമാമിന്റെ കീഴിൽ പരിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ ഖത്മ് തീർത്ത് 20 റക്അത്ത് നിസ്കരിക്കുന്ന രീതിയാണ് നല്ലത് എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അഭിമാനത്തോടുകൂടെ പറയുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതകാലത്ത് 3 രാവുകളിൽ മാത്രമാണ് ജമാഅത്തായി ആ തറാവീഹ് 20 നിസ്കരിച്ചത്. മറ്റുള്ള ദിവസങ്ങളിൽ പുറത്തേക്ക് വരാതിരുന്നത് ഇല്ല അന്നി ഖശൈതു അൻ തുഫറദ അലൈക്കും, അത് ഫർളായി ജനങ്ങൾ ഗണിച്ചേക്കുമോ എന്ന ഭയം കാരണത്താലാണ്. അതുകൊണ്ട് ഇപ്പോഴേ പ്രതിജ്ഞ ചെയ്യണം, അല്ലാഹ് ആ തറാവീഹ് 20 റക്അത്ത് ജമാഅത്തായി നിസ്കരിക്കാൻ തൗഫീഖ് നൽകണേ റബ്ബേ. പ്രതിജ്ഞാ മനസ്സ് വേണം, അല്ലാഹ് തൗഫീഖ് നൽകണേ അല്ലാഹ്. പരിശുദ്ധമായ റമളാനിലെ 7ാമത്തെ അമലാണ് ഇന്തിളാറു ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദറിനെ നന്നായി കാത്തിരിക്കണം. പരിശുദ്ധമായ റമളാനിന്റെ സൗന്ദര്യമാണ് ലൈലത്തുൽ ഖദർ. 80 മാസങ്ങളെ മറികടക്കുന്ന രാവാണ് ലൈലത്തുൽ ഖദർ. ഒരുപാട് അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന രാത്രിയാണ് ലൈലത്തുൽ ഖദർ. പരിശുദ്ധമായ ഖുർആനിന്റെ 3 അവതരണങ്ങളിൽ ഒരു അവതരണം നടന്ന രാവാണ് ലൈലത്തുൽ ഖദർ. ബറാഅത്തു രാവിന്റെ എന്ന് തുടങ്ങിയൊരു കർമ്മം, അഥവാ ഓരോ മനുഷ്യന്റെയും ഒരു വർഷത്തെ നടപ്പു വർഷങ്ങളിലെ ജനന മരണങ്ങൾ അത് മലായികത്ത് ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് എഴുതി തുടങ്ങി. അത് പൂർത്തിയാവുന്ന രാവും കൂടിയാണ് ലൈലത്തുൽ ഖദർ. ആ ലൈലത്തുൽ ഖദർ മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബാ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണർത്തിയതാണ്, ലൈലത്തുൽ ഖദ്റിന്റെ അന്ന് ആരെങ്കിലും ഉറക്കൊടിച്ച് ഇബാദത്ത് ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പാപബന്ധനങ്ങളിൽ നിന്ന് രക്ഷ നൽകുന്നതാണ്. പാപബന്ധനങ്ങളിൽ നിന്ന് രക്ഷ നൽകുന്നതാണ്. അല്ലാഹുവേ, ലൈലത്തുൽ ഖദ്റിന്റെ പൊരുത്തം നേടിയെടുക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. ആ റമളാനിലെ 8ാമത്തെ കർമ്മമാണ് പരിശുദ്ധമായ ഖുർആനോത്ത്. പരിശുദ്ധമായ ഖുർആനോത്ത് സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം, സ്വഹീഹു മുസ്ലിമിൽ കാണാം, ഹദീസിന്റെ കിതാബുകളിൽ കാണാം. വകാന ജിബ്രീലു യൽഖാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ കുല്ലി ലൈലത്തിൻ മിൻ റമളാൻ ഫയുദാരിസുൽ ഖുർആൻ. പരിശുദ്ധമായ റമളാനിലെ എല്ലാ രാത്രികളിലും ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ജിബ്രീൽ അലൈഹിസ്സലാമും അങ്ങോട്ടും ഇങ്ങോട്ടും പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊടുത്ത് കേൾക്കുമായിരുന്നു. അതുകൊണ്ട് റമളാനിന്റെ സൗന്ദര്യമാണ് പരിശുദ്ധമായ ഖുർആനോത്ത്. സ്വഹാബത്തിന്റെ മഹനീയമായ ജീവിതശീലം പറഞ്ഞെടുത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പ്രത്യേകം രേഖപ്പെടുത്തുന്നത് കാണാം. ശഅബാൻ കടന്നു വന്നാൽ തന്നെ റമളാനിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇൻഖബ്ബു അലാ ഖിറാഅത്തിൽ ഖുർആൻ, ഖുർആനോത്തിന് വേണ്ടി അവരങ്ങ് ചടഞ്ഞുകൂടിയിരിക്കുന്നതാണ്, അഭിരമിക്കുന്നതാണ്. അല്ലാഹ് തൗഫീഖ് നൽകണേ റബ്ബേ. ആ റമളാനിന്റെ 9ാമത്തെ കർമ്മമാണ് ദാനധർമ്മം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് സ്വഹാബത്ത് പറഞ്ഞിടത്ത് കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദൻ നാസി ബിൽ ഖൈരി വകാന അജ്വദ മാ യകൂനു ഫീ ശഹ്രി റമളാൻ ഹത്താ യൻസലിഖ ഫയതീനി ജിബ്രീൽ അലൈഹിസ്സലാം ഫയഅരിദു അലൈഹിൽ ഖുർആൻ ഫഹീന യൽഖാഹു ജിബ്രീൽ ഫഹീന യൽഖാനി ജിബ്രീൽ അലൈഹിസ്സലാം കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദൻ നാസി ബിൽ ഖൈരി മിനർ റീഹിൽ മുർസലതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ റമളാൻ കടന്നു വന്നാൽ ഏറ്റവും നന്നായി ദാനധർമ്മം ചെയ്യുന്നയാളാണ്. മറ്റുള്ള മാസങ്ങളിൽ ദാനധർമ്മമുണ്ട്, പരിശുദ്ധമായ റമളാനിൽ കാറ്റിന്റെ വേഗതയിലാണ് ധർമ്മം. കയ്യിൽ എന്തെത്തിയാലും വളരെ പെട്ടെന്ന് തീരുന്ന കോലത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
വസല്ലമ തങ്ങൾ റീഹുൽ മുർസലത്തിനേക്കാളും വേഗതയിൽ ദാനധർമ്മം ചെയ്യാറുണ്ട്. പരിശുദ്ധമായ റമദാനിൽ അങ്ങനെയാണ് എന്ന് സ്വഹാബത്ത് പ്രത്യേകമായി രേഖപ്പെടുത്തുന്നത് കാണാം. ഇനി ആ റമദാനിന്റെ 5ാമത്തെ കർമ്മമാണ് ഇഅ്തികാഫ്. ഇഅ്തികാഫ് മറ്റുള്ള മാസങ്ങളിലുമുണ്ട്. പക്ഷേ പരിശുദ്ധമായ റമദാനിന്റെ അവസാനത്തെ 10 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫിന് വേണ്ടി പ്രത്യേകം കരുതിയിരുന്നു. കാനൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം യുജാവിറു ഫിൽ അശ്റിൽ അവാഖിരി മിൻ റമദാൻ. പരിശുദ്ധമായ റമദാനിലെ വിശേഷിച്ചും അവസാനത്തെ 10-ൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുജാവറത്ത് ചെയ്യാറുണ്ടായിരുന്നു, അഥവാ ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ പ്രയോഗമാണ്. അതുകൊണ്ട് റമദാനിന്റെ പകലിലെയും രാത്രിയിലെയും പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പള്ളിയിൽ പോയി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സൗന്ദര്യമാണത്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ആ റമദാനിലെ 11ാമത്തെ കർമ്മമാണ് വിശേഷ ദിനങ്ങളിലെ അദ്കാറുകൾ. ആദ്യത്തെ 10 റഹ്മത്തിന്റെ 10ആണ്, 2ാമത്തെ 10 മഗ്ഫിറത്തിന്റെ 10ആണ്, 3ാമത്തെ 10 ഇത്ഖും മിനന്നാർ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന 10ആണ്. ഓരോ 10ലും സന്ദർഭോചിതമായ അദ്കാറുകളുണ്ട്. ആദ്യത്തെ 10 റഹ്മത്തിന്റെ 10 ആയതുകൊണ്ട് അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ, കരുണാനിധിയായ അല്ലാഹുവേ റഹ്മത്ത് ചൊരിയണേ തമ്പുരാനെ. 2ാമത്തെ 10 മഗ്ഫിറത്തിന്റെ 10ആണ്. അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ, അല്ലാഹുവേ നിന്റെ അപാരമായ റഹ്മത്ത് കൊണ്ട് എന്നെ പരിപൂർണമായും വിമലീകരിക്കണമേ, എന്നെ പരിപൂർണമായും ശുദ്ധീകരിക്കണമേ. അവസാനത്തെ 10 ഇത്ഖിന്റെ 10ആണ്, നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന 10ആണ്. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അല്ലാഹുമ്മ അത്ഖിനി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ട് വിശേഷ ദിനങ്ങളിലെ അദ്കാറുകൾ അത് ചൊല്ലുമെന്ന പ്രതിജ്ഞ മനസ്സി സമയത്ത് വേണം. അതുപോലെ റമദാനിലെ 12ാമത്തെ കർമ്മമാണ് ഖിയാമുൽ ലൈൽ. മറ്റുള്ള ദിവസങ്ങളിലും തഹജ്ജുദ് നിസ്കാരമുണ്ട്, മറ്റുള്ള സന്ദർഭങ്ങളിലും തഹജ്ജുദ് നിസ്കാരമുണ്ട്. പക്ഷേ പരിശുദ്ധമായ റമദാൻ കടന്നു വന്നാൽ പ്രത്യേകമായി ഖിയാമുൽ ലൈൽ കൊണ്ട് സജീവമാക്കുന്നത്, തഹജ്ജുദ് നിസ്കാരം കൊണ്ട് ധന്യമാക്കുന്നത് പൂർവികർ കാണിച്ചു തന്ന ശീലമാണ്. അല്ലാഹ് ഭാഗ്യം നൽകണേ റബ്ബേ. 13ാമത്തെ കർമ്മമാണ് റമദാൻ പകുതി കഴിഞ്ഞാൽ വിത്ർ നിസ്കാരത്തിൽ ഖുനൂത്ത് പ്രത്യേകമായി ഓതൽ സുന്നത്തുണ്ട്. 14ാമത്തെ കർമ്മം ഓരോ ഇൽമിന്റെ മജ്ലിസും സജീവമാകുന്ന മാസമാണ് റമദാൻ. 15ാമത്തെ കർമ്മം ബദരീങ്ങളായ മഹാന്മാരെ ആത്മാർത്ഥമായി ഓർക്കാനും അനുസ്മരിക്കാനും അവരുടെ കമനീയമായ ജീവിതത്തിലൂടെ സഞ്ചരിക്കാനും പറ്റിയ സന്ദർഭമാണ് റമദാൻ. ഇങ്ങനെ പരിശുദ്ധമായ റമദാനിലേക്ക് നോക്കി 15 പ്രധാനപ്പെട്ട കർമ്മങ്ങൾ. ചിലത് നേരിട്ട് റമദാനുമായി ബന്ധമുള്ളതാണ്, ചിലത് പരോക്ഷമായി റമദാനുമായി ബന്ധമുള്ളതാണ്. ആ പ്രതിജ്ഞാ മനസ്സോടുകൂടെ വേണം റമദാനിന്റെ ഭൂമികയിലേക്ക് കടക്കാൻ. അല്ലാഹു തആല അതിനുള്ള ആരോഗ്യവും തൗഫീഖും തരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള ആരോഗ്യവും തൗഫീഖും നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. 6ാമത്തെ പോയിന്റ്, റമദാനിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഞാനും നിങ്ങളും ഉൾക്കൊള്ളേണ്ട 6ാമത്തെ പോയിന്റ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റമദാൻ മുന്നൊരുക്ക പ്രഭാഷണമാണ്. റമദാൻ മുന്നൊരുക്ക പ്രഭാഷണം ഞാനോ നിങ്ങളോ ആരംഭിച്ചതല്ല. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ദൈർഘ്യമേറിയ ഹദീസിൽ അത് കാണാം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം മനസ്സിൽ കുറിച്ചിടണം. ശഅബാൻ ഉൾക്കൊള്ളണം. ശരീരം കൊണ്ട് റമദാനിന് വേണ്ടി ഒരുങ്ങണം, മനസ്സുകൊണ്ട് റമദാനിന് വേണ്ടി ഒരുങ്ങണം, പരിസരം കൊണ്ട് റമദാനിന് വേണ്ടി ഒരുങ്ങണം. റമദാൻ ഉൾക്കൊള്ളുന്ന 15 പ്രധാനപ്പെട്ട കർമ്മങ്ങൾ അത് നന്നായി പഠിക്കണം, അതിലെ കുറ്റമറ്റ കർമ്മങ്ങളായി മാറ്റുമെന്ന് പ്രതിജ്ഞ ചെയ്യണം. 6ാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റമദാൻ മുന്നൊരുക്ക പ്രഭാഷണമാണ്. അബുൽ ലൈസി സമർഖന്ദി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ തംബീഹുൽ ഗാഫിലീൻ എന്ന കിതാബിൽ
നോമ്പിനെ കുറിച്ച് പറഞ്ഞെടുത്ത് കാണാം. നോമ്പിനെ കുറിച്ച് പറഞ്ഞെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു റിവായത്ത്. ശഅബാനിന്റെ അവസാനത്തെ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയ പ്രസംഗമാണത്. ഈ സദസ്സിന്റെ ബറക്കത്തിന് വേണ്ടി ആ പ്രസംഗം കേൾപ്പിക്കുകയാണ്. അയ്യുഹന്നാസ് ലഖദ് അളല്ലകും ശഹറുൻ അളീമുൻ ശഹറുൻ മുബാറകുൻ ശഹറുൻ ഫീഹി ലൈലത്തുൽ ഖദർ വഹിയ ഖൈറും മിൻ അൽഫി ശഹർ ഫറളല്ലാഹു സിയാമ വജഅല ഖിയാമ ലൈലിഹി തതവ്വഅ ഫമൻ തതവ്വഅ ബിഖസ്ലത്തിൻ മിനൽ ഖൈരി കാന കമൻ നദ്ദാ ഫരീദതൻ ഫീമാ സിവാ വമൻ നദ്ദാ ഫരീദതൻ ഫീ കാന കമൻ നദ്ദാ 70 ഫരീദതൻ ഫീമാ സിവാ വഹുവ ശഹ്റു الصبر والصبر ثوابه الجنة وشهر المواساة وشهر يزاد فيه رزق المؤمن من فطر فيه صائما كان له عتق رقبة ومغفرة لذنوبه قلنا يا رسول الله ليس كلنا يجد ما يفطر به صائما قال النبي صلى الله عليه وسلم يعطي الله هذا الثواب من فطر صائما على مذقة لبن أو تمرة أو شربة ماء ومن نشبع صائما كانت له مغفرة لذنوبه وسقاه ربه من حوضي شربة لا يظمأ بعدها حتى يدخل الجنة وكان له أجر مثل أجره من غير أن ينقص من أجره شيء وهو شهر أوله رحمة وأوسطه مغفرة وآخره عتق من النار ومن خفف عن مملوكه فيه أعتقه الله من النار. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശഅബാനിന്റെ അവസാനത്തെ ദിവസം നടത്തിയ മനോഹരമായ റമദാൻ മുന്നൊരുക്ക പ്രഭാഷണമാണ്. അല്ലയോ ജനങ്ങളെ, വല്ലാത്ത മാസമാണ് നിങ്ങളിലേക്ക് ഇത് തണലിടാൻ പോകുന്നത്. അതിലൊരു രാവുണ്ട്, വളരെ പ്രധാനപ്പെട്ട രാവാണ്. അതിലെ പകല് നോമ്പ് നിർബന്ധമാണ്. അതിലെ രാത്രിയിലെ തറാവീഹ് നിസ്കാരം സുന്നത്താണ്. ആ മാസം ഒരു സുന്നത്ത് നിർവഹിച്ചാൽ ഫർദിന്റെ കൂലിയാണ്. ആ മാസം ഒരു ഫർദ് നിർവഹിച്ചാൽ മറ്റുള്ള മാസങ്ങളിലെ 70 ഫർദുകളുടെ സ്ഥാനത്താണ്. ആ മാസം ക്ഷമയുടേതാണ്. ക്ഷമയ്ക്ക് അല്ലാഹു തആല കൊടുക്കുന്നത് സ്വർഗമാണ്. ആ മാസം സഹകരണത്തിൻ്റെതാണ്. ആ മാസം മുഅ്മിനീങ്ങളായ മനുഷ്യരുടെ ജോലികളിലും വിഭവങ്ങളിലും ഭക്ഷണങ്ങളിലും അല്ലാഹു തആല ബറക്കത്ത് ചെയ്തു കൊടുക്കുന്ന മാസമാണ്. ആരാന നോമ്പ് തുറപ്പിച്ചാൽ അവർക്ക് അല്ലാഹു തആല വലിയ പ്രതിഫലം നൽകുന്നതാണ്. ഇങ്ങനെ തുടങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ റമദാനിനോട് വലിയ താല്പര്യമുണ്ടാകുന്ന രീതിയിൽ റമദാൻ മുന്നൊരുക്ക പ്രഭാഷണം നടത്തി. ശഅബാൻ അവസാനത്തെ ദിവസം അല്ലാഹുവേ നന്നായി മുന്നൊരുങ്ങാൻ തൗഫീഖ് നൽകണേ റബ്ബേ, തയ്യാറെടുക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. 7ാമത്തെ പോയിന്റ്, ആ റമദാൻ എങ്ങാനും അനുകൂലമാവാതെ പോയാൽ അനുഭവിക്കേണ്ടി വരുന്ന തിക്തഫലം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന മുനവ്വറയുടെ പടികൾ കയറുന്ന സമയത്ത് 3 തവണ ആമീൻ പറഞ്ഞ സംഭവം നമുക്കറിയാം. ദുആ ഇല്ലാതെ 3 ആമീൻ അങ്ങ് പറഞ്ഞു. സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ദുആ ഇല്ലാതെ 3 തവണ ആമീൻ പറഞ്ഞതെന്തിനാണ്? ദുആ ഇല്ലാതെ 3 തവണ ആമീൻ പറഞ്ഞതെന്തിനാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറുപടി, സ്വഹാബാ, മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് 3 പ്രാർത്ഥനകൾ നടത്തി. 3 പ്രാർത്ഥനകൾ നടത്തി. ആ 3 പ്രാർത്ഥനകൾക്കാണ് ഞാൻ ആമീൻ പറഞ്ഞത്. അതിൽ ഒന്നാമത്തേത്, റഗീം അൻഫു റജുലിൻ ദഖല അലൈഹി റമദാൻ ثم انسلخ قبل ان يغفر له. ഒരാളിലേക്ക് റമദാന് കടന്നു വന്നു, ആ റമദാന് തീരുകയും ചെയ്തു. റമദാന് കൊണ്ട് മഗ്ഫിറത്ത് നേടിയെടുത്തില്ല, റമദാന് കൊണ്ട് നേടിയെടുക്കേണ്ട കാര്യങ്ങളൊന്നും നേടിയെടുത്തില്ല. അങ്ങനെ റമദാൻ തീർന്നുപോയി. അങ്ങനെയുള്ള മനുഷ്യന്റെ മൂക്ക് മണ്ണിനോട് ചേരട്ടെ, അവൻ അമ്പേ പരാജയപ്പെടട്ടെ, അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് ദൂരെ പോവട്ടെ എന്ന് മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്തപ്പോഴാണ് ഞാൻ ആമീൻ പറഞ്ഞത്.
റഗിമ അൻഫു റജുലിൻ ദഖല അലൈഹി റമദാൻ ثم انسلخ قبل ان يغفر له. ഒരാളിലേക്ക് റമദാൻ സമാഗതമായി, ആ റമദാൻ തീർന്നു പോവുകയും ചെയ്തു. റമദാൻ കൊണ്ട് നേടിയെടുക്കേണ്ട ഒരു മഗ്ഫിറത്തും മർഹമത്തും നേടിയെടുക്കാതെ പോവുകയും ചെയ്താൽ അവൻ അമ്പേ പരാജിതനാണ്, അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് ബഹുദൂരം അകലെയാണ് എന്ന് മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥനാ സ്വരത്തിൽ പറഞ്ഞപ്പോൾ ഞാൻ അതിനാമീൻ പറഞ്ഞതാണ്. അല്ലാഹുവേ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഈ കടന്നു വരുന്ന പരിശുദ്ധമായ റമദാനിനെ നന്നായി ഉപയോഗപ്പെടുത്താൻ തൗഫീഖ് നൽകണേ റബ്ബേ.